من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. صدق الله العظيم. وقفينا من بعده بالرسل. അതിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സൈന്യങ്ങളുടെ കൂട്ടത്തിൽ പറവകളും പർവ്വതങ്ങളും ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട സൈന്യങ്ങളിൽ ഒരു മെമ്പറാണ് ഹുദ്ഹുദ്. നേരെ അർത്ഥം മരക്കൊത്തി എന്നാണ്. പക്ഷെ ആ മരക്കൊത്തി സാധാരണ മരക്കൊത്തിയെ പോലെയല്ല. സുലൈമാൻ നബിക്ക് പൊതുവെ പക്ഷികളുടെ ഭാഷയൊക്കെ അറിയുന്ന ആളാണ്. പക്ഷെ ഇത് കുറച്ച് മിടുക്കുള്ള മരക്കൊത്തിയായിരുന്നു. അതുകൊണ്ട് പല രഹസ്യ വിവരങ്ങളും അറിയാൻ ഈ മരക്കൊത്തിയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞേക്കൽ. ഇന്നുണ്ടല്ലോ പക്ഷികളെ പറഞ്ഞുവിടുന്ന രാഷ്ട്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ രഹസ്യം അറിയാൻ വേണ്ടി പക്ഷികളെ പറഞ്ഞുവിടുന്ന ഒരു രീതി ഇന്നുണ്ട്. അപ്പൊ വെള്ളം കിട്ടാൻ വേണ്ടി ഒരു മരക്കൊത്തിനെ വിട്ടു, വെള്ളത്തിന്റെ ആവശ്യത്തിന്. അത് പ്രതീക്ഷിച്ച സമയത്തൊന്നും വന്നില്ല. ഒരുപാട് ലേറ്റായി. ആകുമ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരു ദേഷ്യം പിടിക്കുമല്ലോ, ആരെ പറഞ്ഞയച്ചാലും. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് സുലൈമാൻ നബി പറഞ്ഞു, ഇങ്ങോട്ട് വരട്ടെ, ഓർക്കും ഞാനൊന്ന് പറഞ്ഞേക്കാതെ മനുഷ്യനെ സ്വീപ്പാക്കുക, എത്ര സമയമായി എന്നൊക്കെ. ഒരുപാട് വൈകിട്ടാണ് മരക്കൊത്തി വന്നത്. മരക്കൊത്തി എന്നിട്ട് പറഞ്ഞു, സബ എന്ന സ്ഥലത്ത് ഒരു പെണ്ണൊരുത്തിയുണ്ട്, രാജകുമാരിയാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന സിംഹാസനമാണ്. അവര് മുഴുവനും സൂര്യനെ ആരാധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരൊരു കത്ത് എഴുതിയിട്ട് ദഅവത്ത് ചെയ്യണം, ഞാനതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സമയം വൈകിയാണെന്ന് പറഞ്ഞു. അപ്പോ എല്ലാ സംഗതിയും പോയി, കാരണം ദഅവത്തിന് വേണ്ടി സഹായിക്കല്ലേ മരക്കൊത്തി. ഞാൻ ഈ പറയണത് ശരിയാണോ, അതൊക്കെ ഖുർആൻ പറഞ്ഞാട്ടോ, ഞാൻ എല്ലാത്തിനും ആയത്തോതിട്ട് സമയം വൈകണ്ടെന്ന് വെച്ചിട്ടാണ്. നീ പറയണത് ശരിയാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, ശരിയാണെങ്കിൽ ഓക്കെ, കളവാണെങ്കിൽ ശിക്ഷിക്കുന്ന പറഞ്ഞു. ശരിയാണപ്പോ. അപ്പൊ സുലൈമാൻ നബി സ്വലം എന്ത് ചെയ്തു, ദഅവത്തിന് വേണ്ടി മരക്കൊത്തിനെ ഒരു മാധ്യമമായി പിടിച്ചു. എന്നിട്ട് നല്ലൊരു കത്ത് എഴുതി, അറിഞ്ഞ പക്കം കത്ത് എഴുതിയിട്ട് ദഅവത്ത് നടത്തണമല്ലോ, കാരണം ലോകമാസകലം ഭരിക്കുന്ന രാജാവ് കൂടിയാണ്. കത്ത് എഴുതി, നിങ്ങൾ സൂര്യനെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്മാറണം, ആരാധ്യൻ അള്ളാഹു മാത്രമാണ്. അന്നാണ് അള്ളാഹു ഈ ഭൂമിയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിറക്കിയത്. അതിന് മുമ്പ് ബിസ്മില്ല. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ട്, പക്ഷെ പകുതിയേ ഉള്ളൂ ബിസ്മില്ലാ. ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ട് ബിസ്മില്ലാ. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ട് ബിസ്മില്ലാ. ഇല്യാസ് നബിക്കുണ്ട് ബിസ്മില്ലാ. ശംവീൽ നബിക്കുണ്ട് ബിസ്മില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ഇറങ്ങിയത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്. അവർക്ക് ഈ കത്തിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ റസൂൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിയ അത്ഭുതല്ലേ? കേൾക്കുന്ന മുഴുവൻ ആളുകൾ അത് പിടിച്ചോളി. കാരണം എന്താരോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ഇമാം റാസി റളിയല്ലാഹു വലിയൊരു പോയിന്റ് പറയുന്നുണ്ട്. അതിൽ 19 അക്ഷരം ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നരകത്തിനെ കാക്കണ മലക്കളുടെ എണ്ണം 19. അലിഹാ തിസ്അത അശർ ഖുർആനാണ്. ആ മഹാന്മാർ പറയുന്നുണ്ട്, ഈ 19 അക്ഷരത്തെ കൃത്യമായി യൂസ് ചെയ്താൽ, ആ ജീവിതത്തിൽ ഒരു മുഖമുദ്രയായി കൊണ്ടുനടന്നാൽ, ആ 19 അദാബിന്റെ മലക്കുകളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനെന്ത് ചെയ്താൽ മതി? എപ്പോഴും ബിസ്മി. എന്ത് നല്ല കാര്യത്തിന് ബിസ്മി. ഇപ്പൊ പള്ളിയിൽ കയറുമ്പോ ബിസ്മി ചെല്ലോ. അപ്പൊ അങ്ങോട്ട് പറ്റിയാൽ മതിയല്ലോ, തുടങ്ങി വെച്ചാൽ അങ്ങനെയാണ് പോയിക്കോളൂ. എനിക്കൊന്നും പള്ളിയിൽ കയറുന്ന സമയത്ത് ബിസ്മി ഓർത്തെടുക്കണ്ട, എനിക്ക് ഓർത്തെടുക്കണ്ട. പിന്നെ
ഞാൻ ചൊല്ലിക്കോളും. കാരണം എന്താ, പരിചയിച്ചു വന്നാണ്. എങ്ങനെ പരിചയിച്ചെന്നാണ് ചൊല്ലിക്കോളും. അന്ന് പരിചയിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം എന്താ, ചെറുപ്പത്തിലേ പരിചയിച്ചു വന്നതാണ്. അതാണ് ഏത് നല്ല കൊല്ലു അംബരി ദീ ബാലിന്ന ഹദീസിലുള്ളത്. എല്ലാം നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ഉണ്ടായിരിക്കണം. കള്ളൊടിക്കുമ്പോ എങ്ങാനും ബിസ്മില്ല കാഫറാവും ചെയ്യും. ഒക്കെ കൂടി കേട്ടിട്ട് ഇവനിട്ട് അത് ഒഴിവാക്കാൻ പറ്റണില്ല. ഏതായാലും മൂലേരെ ക്ലാസ്സിൽ നല്ലൊരു അമല് പറഞ്ഞു തന്നല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ ഒരു പരിഹാസമാണ്, കാഫറാവും. കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാല് കാഫറാവും. പക്ഷെ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഓനിഞ്ഞ അത് ചെയ്യില്ലാന്ന് തീരുമാനിച്ചിട്ട് ചെയ്തതിൽ വേദനിച്ചിട്ട് ഈ പണ്ടാരത്തിൽ നിന്ന് കഴിച്ചിലായി കിട്ടിയല്ലോ എന്ന നിൽക്കാണെങ്കിലും ഒക്കെ നീയത്ത് പോലെയാണ്, മനുഷ്യന്റെ നീയത്ത് പോലെയാണ്. ഇത് രണ്ടും പരിശോധിക്കാൻ നമ്മളാരും പോകും വേണ്ട. മനസ്സിലായില്ല? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും ഇവിടുന്ന് ഒരു തീരുമാനം എടുത്താൽ മതി. ഏത് നല്ല കാര്യത്തിന് ഞാൻ ബിസ്മിയല്ലൊന്ന് എന്നാ ബിസ്മി ഉണ്ട്. അലിഹാ തിസ്അത്താശറ, ആ 19 മലക്കുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. ആ 19 മലക്കുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നരകത്തിന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തി. ബിസ്മി കൊണ്ട് സ്വർഗം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ആദ്യം ഇറങ്ങിയത് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ ആ വാക്കനങ്ങൾ കണ്ടില്ലേ? ലോകത്ത് പലതും തുടങ്ങിച്ച സുലൈമാൻ നബിയാണ്. ലോകത്ത് ആദ്യമായി കട്ടൻ ചായ കുടിച്ചത് സുലൈമാൻ നബിയാണ്. അതുകൊണ്ടാണ് സുലൈമാനി എന്ന് പറഞ്ഞ കട്ടൻ ചായക്ക്. ഞാനത് പല സ്ഥലത്തുണ്ട് പ്രസംഗിക്കുന്നത്. കട്ടൻ ചായന്റെ പേരെന്താ? ആ സുലൈമാൻ. ഇപ്പുറത്ത് സുലൈമാൻ ഉള്ളതുകൊണ്ട് ഞങ്ങള് നെഹവിലൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇട്ടിട്ട് ഒന്നിലേക്ക് കൊളത്തി പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തുള്ള പേരും ഈ ആവും തമ്മിൽ ബന്ധം ഉണ്ടാവണം. ഉദാഹരണം, എന്റെ പേരുന്ന റഹ്മാനി എന്നാണ്. കാരണം ഞാൻ റഹ്മാനിയ കോളേജിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. ഫൈലി എന്നുണ്ടെങ്കിൽ ഫൈലാബാദ് എന്ന്, സഖാഫി എന്നുണ്ടെങ്കിൽ മർക്കൂസ് സഖാഫ് സുന്നി എന്ന്, ബാക്കവി എന്നുണ്ടെങ്കിൽ ബാക്കയാത്ത് എന്ന്. ഇതിങ്ങനെ വരിക, അങ്ങോട്ട് കൊളത്തിട്ടാടല്. മനസ്സിലായില്ലേ? അപ്പൊ അത് നെഹവാണ്. അപ്പൊ സുലൈമാനി. അപ്പൊ ഇപ്പുറത്ത് ആര് വേണം? കട്ടൻ ചായന്റെ അപ്പുറത്ത് ആര് വേണം? എന്താ നിങ്ങൾ പറയാ? ഞാൻ ഒരു ഗ്രാമറല്ല നിങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ഈ കട്ടൻ ചായന്റെ ഇപ്പുറത്ത് ആര് വേണം? അതതിന്റെ ഗ്രാമറാണ് എന്ന്. ഇതാണ് എന്നെ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യാൻ തെര്യപ്പെടുത്തിയത്. അപ്പൊ അങ്ങനെ ഒരു പേരെന്താ ഇതിനെ വരാൻ കാരണം എന്ന് വായിച്ചു നോക്കുമ്പോ ലോകത്ത് ആദ്യമായി കട്ടൻ ചായ പരിചയപ്പെടുത്തിയതും കുടിച്ചതും നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആദ്യമായി പളുങ്കുണ്ടാക്കിയത്, പളുങ്കൊണ്ട് കൊട്ടാരം തന്നെ ഉണ്ടാക്കി നബിയുല്ലാഹി സുലൈമാൻ. ചെമ്പ് ഏറ്റവും കൂടുതൽ സാർവത്രികമായിട്ട് ഉപയോഗിച്ചിരുന്ന സുലൈമാൻ നബിയാണ്. ചെമ്പ് ഇരുമ്പ് ഏറ്റവും കൂടുതൽ അന്ന് ഉപയോഗിച്ചിരുന്നത് ശാസ്ത്രം വരെ പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. അക്കാലവുമായി ബന്ധപ്പെട്ട് ഗവേഷണം ചെയ്തിട്ട് അവരതിനെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ വലിയ രാജാവും അല്ലായിരുന്നോ? സുലൈമാൻ നബി ഒരു കത്ത് അയച്ചു. ഏത്? ബിൽക്കീസ് റാജ്ഞിക്ക്. ബിൽക്കീസ് റാജ്ഞിന്റെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കരാണ്. നിങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ആരോടും വേണ്ട. ബിൽക്കീസ് റാജ്ഞിന്റെ ബാപ്പ മനുഷ്യനാണ്, ഉമ്മ ജിന്നുമാണ്. അതുകൊണ്ടാണ് തൊഹ്ഫ എന്നുള്ള കിതാബിൽ ഒരു ചർച്ച വന്ന് ജിന്നിനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. ഇബ്നു ഹജർ ഹൈതമിന്റെ കിതാബാണ് തൊഹ്ഫ. ഷാഫി മദവിൽ ആധികാരിക ഗ്രന്ഥമാണ്, 10 വാള്യാണ്. ഇത് മുഴുവനും മനപ്പാടം ഉണ്ടായിരുന്ന ആളായിരുന്നു. അത്ര കഴിഞ്ഞ കാലത്ത് ഒരുപാട് ഉലമ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അതിലുണ്ട് ജിന്നിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഇല്ലേ. വേറെ ഒരുപാട് കിതാബിലുണ്ട്. കാരണം എന്താ, ഇങ്ങനത്തെ സംഭവങ്ങൾ മുൻകാലത്ത് നടന്നിട്ടുണ്ട്. ഇന്നുണ്ടല്ലോ ഈ ചില പെണ്ണുങ്ങളെ മേത്ത് ഇങ്ങനെ സ്വകാര്യ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അവസാനം ആകെ താറുമാറായി. ഞാൻ നിങ്ങളാന്ന് കരുതി, നിങ്ങളല്ലേ എന്നൊക്കെ പുതിയാപ്പളിനോട് ചോദിക്കുന്ന സംഗതികളൊക്കെ ഒന്നുണ്ട്. എന്നോട് ഇപ്പൊ അടുത്തൊരാള് പറഞ്ഞു. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇത്തിരി പ്രായമുള്ള ആള്, പഴയ കാലത്ത് മൂപ്പര അബുദാബിയിലായിരുന്നു. പക്ഷെ ഇടക്കിടക്ക് റൂമിൽ മൂപ്പരമായൊരു ഒരാള് വരും. എനിക്ക് ഓർമ്മയുണ്ടാവില്ല, ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സംഗതി അറിയണതെന്ന്. അതേമാതിരി ആള് വരും. ഇന്നുണ്ടത് ജിന്നുകളെ കുറിച്ചുള്ളത്. അതിനൊക്കെ ദിക്റുകളുണ്ട് എന്ന് മാത്രം. ഏറെക്കുറെ പെണ്ണുങ്ങൾക്കുള്ള എല്ലാ സോക്കടുകളും കൂടുതലും ജിന്നുകളെ ഭാഗത്തുനിന്നാണ്. ഒരുപാട് അസുഖങ്ങൾ. ഒരു ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പെണ്ണ് വന്നു. പെണ്ണ് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ബ്ലീഡിങ് നിൽക്കണില്ല. ഇവൾ തന്നെ ബ്ലീഡിങ് കൊണ്ട് എന്നോട് പ്രയാസം പറഞ്ഞ ചില ആളുകളുണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടോ. അവരൊക്കെ കേൾക്കാനും കൂടി പറഞ്ഞേ, ബ്ലീഡിങ് നിൽക്കണില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു, നിന്നെ ജിന്ന് സ്പർശിച്ചാണ് ഇത് ചെല്ലിയാൻ മതി എന്ന് പറഞ്ഞു. ഒരുപാട് പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളിലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് കാരണം ഇവരുടെ സ്പർശനമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ബിൽക്കീസ് രാജ്ഞി
പിന്നെ വലിയ രാജാവിന്റെ മോളാണ്. വാപ്പ യമൻ മുഴുവനും ഭരിച്ചിരുന്നു. ഞാൻ ഇതിന്റെ ഒരു അടിസ്ഥാനം പറഞ്ഞു. ഒരു ഹദീസിലുണ്ട്, അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിന്റെ ഒരു അടിസ്ഥാനം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വലിയ രാജാവായിരുന്നു യമൻ ഭരിച്ചിരുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ബിൽക്കീസ് റാണി, അതിന്റെ മുമ്പ് ആ ബിൽക്കീസ് റാണിയുടെ വാപ്പ വലിയ രാജാവായിരുന്നു. വാപ്പ മരിച്ചപ്പോ യമന്റെ അധികാരം നാട്ടുകാര് സൈന്യാധിപന് കൊടുത്തു, പട്ടാളത്തിലെ മേധാവി കൊടുത്തു. ഇയാളുടെ ഭരണം തുടങ്ങിയുടെ കൂടെ നാട്ടിൽ മുഴുവനും വിത്തനയും പ്രസാദി ആദ്യം പൊടിയും കൊലയൊക്കെ ആയിട്ട് വർദ്ധിച്ചു. അത് ബിൽക്കീസ് റാണിക്ക് വലിയൊരു പ്രശ്നമായി. അപ്പൊ നേരിട്ടിട്ട് അയാളെ ഭരണത്തിന് പുറത്താക്കാൻ പറ്റൂല, വേറെ ആളെ അവിടെ കുടിയിരുത്താനും പറ്റൂല. അപ്പൊ ബിൽക്കീസ് റാണി ഒരു തന്ത്രം എടുത്ത്, എന്താരോ, എനിക്ക് ഭരണാധികാരിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഭരണാധികാരിക്ക് അത് നല്ല ഇഷ്ടമായി. കാരണം എന്താ, രാജാവിന്റെ മോള് രാജകുമാരി, പിന്നെ സൗന്ദര്യത്തിന്റെ റാണി, നല്ല സൗന്ദര്യമുണ്ട്. രാജാവ് തീരുമാനിച്ചു, കല്യാണം നടന്നു. മണിയറയ്ക്ക് ബിൽക്കീസ് റാണി പോയത് ഉള്ളില് വലിയൊരു കടാര പൂത്തിച്ചുകൊണ്ടാണ്. അപ്പൊ കല്യാണമല്ല ഉദ്ദേശം, അർക്കലാണ്. പെണ്ണുങ്ങൾക്ക് നേരത്തെ ഈ സ്വഭാവം ഉണ്ടെന്ന് അർത്ഥം. ഇനി എന്നും പെണ്ണുങ്ങളെ വാക്സിനടിയിൽ കത്തിയുണ്ടോന്ന് തപ്പണ്ട, ഈ ക്ലാസ് കൊണ്ട് ഇപ്പൊ ഉണ്ടാക്കരുതേ. നമ്മളെ പെണ്ണുങ്ങളൊന്നും ആ കൂട്ടത്തിലല്ലാന്ന് കരുതിയാൽ മതി. പക്ഷേ ഒന്ന് പുലർക്കണ നല്ലതാണ്. ഇന്നത്തെ കാലാണ് ഈ എല്ലാ വാർത്തയും കേട്ടിട്ട് എവിടുക്ക എത്തുമെന്ന് പറയാൻ പറ്റൂല. ഏതായാലും മണിയറയ്ക്ക് ബിൽക്കീസ് റാണി നല്ലൊരു കത്തിയേറ്റാ പോയത്. മണിയറയിലെ ആദ്യ രാത്രി എന്നെ രാജാവിന്റെ കൊളുത്താണ്ട് എടുത്തിട്ടു. രാജാവിന്റെ ഭർത്താവായ രാജാവിന്റെ കഴുത്തറുത്തുകൊണ്ടാണ് ബിൽക്കീസ് റാണി ഭരണത്തേക്ക് വന്നത്. ഒരു സംശയം വേണ്ട. അക്കാലത്താണ് സുലൈമാൻ നബി ഇസ്ലാമുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കത്ത് ആ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് എഴുതി. ആ കത്ത് അവിടെ കിട്ടി. ഹുദൂദ് കൊണ്ടുപോയിട്ട് കത്ത് വായിച്ചിട്ട് ബിൽക്കീസ് റാണി ഞെട്ടിപ്പോയി. ബിസ്മി കണ്ടപ്പോൾ തന്നെ വിറച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഹദാ കിതാബുൻ കരീം, ഇത് തള്ളേണ്ട കിതാബല്ല, ഇതൊരു ആദരിക്കപ്പെടേണ്ട വലിയ കിതാബ്, വലിയ എഴുത്താന്ന് പറഞ്ഞു. എല്ലാരും വിളിച്ചു കൂട്ടി, പട്ടാളക്കാരെയും മതകാര്യ ധാർമ്മിക ഉപദേശം നൽകുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സുലൈമാൻ രാജാവാണല്ലോ പുറപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ, വന്നാല് നാട് മുഴുവനും പിടിച്ചെടുക്കും, നമ്മളൊക്കെ അടിമകളാക്കും, അതുകൊണ്ട് വേഗം തീരുമാനാക്കുന്നതാണ്. അപ്പൊ പട്ടാളക്കാരൻ, എന്ത് സുലൈമാൻ, നമ്മളെ ആരോഗ്യം, നമ്മളെ കഴിവ്, നമ്മുടെ ആയുധത്തിനെ കുറിച്ചൊക്കെ ആൾക്കറിയോ, വന്നാൽ നമുക്ക് തൂപ്പാനൊക്കെ പറ്റേന്ന് പറഞ്ഞു. ഈ കത്ത് വായിച്ച ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല, ഇത് വിലപ്പെട്ടൊരു കത്താണ്, ഈ കത്ത് എഴുതിയ ആൺകുട്ടിയാണ്, അയാൾ വന്നാ നമ്മളെ അഡ്രസ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ചർച്ച, ഇനി എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, രാജാവല്ലേ, ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തേക്കാം, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിലൂടെ തൽക്കാലം കണ്ട് വരരുത് എന്ന് പറയാം. നമ്മളെ ആദർശം അനുസരിച്ച് പോയി, ആളെ ആദർശം അനുസരിച്ച് പോയിക്കോട്ടെ. അങ്ങനെ ഒരു നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഖ്യത്തിലാവാ, ഐക്യത്തിലാവാ, ഒരു മമതയിലാവാന്ന് പറഞ്ഞു. എല്ലാരും തീരുമാനമായി. ആയിരക്കണക്കിന് കുതിരകൾ, ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ, വൈഢൂരി, സ്വർണങ്ങൾ, രത്നങ്ങൾ എല്ലാം നിറച്ച വലിയൊരു സമ്മാനം. അതുമായിട്ടാണ് യമനിൽ നിന്നാണ് ഫലസ്തീനിലേക്ക് വരുന്നത്. യമൻ എന്ന് പറഞ്ഞെങ്കിൽ സൗദി അറേബ്യ വിട്ട് കടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഫലസ്തീനിലെത്തണം. ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി ഈ കുതിരകളും ഒട്ടകങ്ങളും വൈഢൂര്യവും വൈര്യം നിറച്ച ഭാണ്ഡങ്ങളും ലോക ചരിത്രത്തിൽ അന്ന് വരെ അങ്ങനെ ഒരു യാത്ര നടന്നിട്ടില്ല എന്നാ. ഇത് മുഴുവനും കൊണ്ടുവന്ന എന്തിനാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാമിന് സമ്മാനമായിട്ടാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറയാനാ. സമ്മാനം മുമ്പിലെത്തി. സുലൈമാൻ നബി ഇസ്ലാം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി തൽക്കാലം നിങ്ങൾക്ക് നമ്മളെ നാട്ടിന്റെ പാരിതോഷികമാണെന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സമ്മാനമല്ല, എനിക്ക് വേണ്ടത് നിങ്ങൾ തരേണ്ട സമ്മാനം സൂര്യനെ ആരാധിക്കുന്നില്ലെന്ന് രാജിവെച്ചിട്ട് നിങ്ങളെല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സമ്മാനാണ് എനിക്ക് തരേണ്ടത്. ഇതൊന്നും എനിക്ക് വേണ്ട, എടുത്തുകൊണ്ടേ കൊടുക്കുന്നത്. കാരണം ഇത് നബിയാണ്. മൂല്യരെ പോക്കറ്റിലാക്കും പോലെ നബിനെ പോക്കറ്റിലാക്കാൻ പറ്റും. എനിക്ക് നിങ്ങളെല്ലാരും കൂടി എന്തെങ്കിലും തന്നാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഗാനമേള സുന്നത്താന്ന് പറയും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെല്ലാരും കൂടി ഇത് കഴിഞ്ഞിട്ട് ഒരു കൈമടക്കാണ്ട് തരികയാണെങ്കിൽ ഞാൻ നാളെ എന്ത് ചെയ്യും, എല്ലാരും ഗാനമേള നടത്തിക്കോളി, ഷാഫി മദ്ഹബിലെ സുന്നത്താന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ മൂലേരെ കീഴ്പ്പെടുത്താൻ പറ്റും പോലെ നബിനെ പൈസ കൊടുത്തിട്ട് ചാക്കിലാക്കാൻ പറ്റൂല. കൊണ്ടേ അവിടുന്ന് ഇതൊക്കെ എടുത്ത് പോയി കൊടുക്കും. എനിക്ക് വേണ്ടത് നിങ്ങൾ ലായിലാലാണ്, അല്ലെ സ്വർണം പൊന്നും വൈഡീരൊന്നല്ല, എടുത്ത് പോയി കൊടുക്കും. പോയി ഇനി ഞെട്ടാതിരിക്കോ, ബിൽക്കിസ് റാണി പറഞ്ഞ് ഒരു രക്ഷയില്ല, നടന്നോടി എല്ലാരും കൂടി പറഞ്ഞു.
യാ അല്ലാ, പിന്നെ എന്ത് സംഭവിച്ചു? ബാക്കി നാളെ പറയാം. കാരണം അല്ല, ഇത് തീരാത്താണ്. ഇത് അവൻ ബാക്കിയും കൂടിയാണ് പറഞ്ഞാൽ തന്നെ ബാക്കി തീർക്കാൻ പറ്റൂല. അങ്ങനെ പോകണത്. അതുകൊണ്ട് ഇതിന് നമുക്ക് പഠിക്കാനൊരു പാടുണ്ട്. എല്ലാത്തിനും ഗുണപാഠം ലാസ്റ്റ് ചെയ്യാൻ പറയും. ഇതിന് പഠിക്കാനുള്ള എന്താ അറിയോ? ആഖിറത്തിന്റെ മേലെ ദുന്യാവ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല. ആഖിറത്തിന്റെ മേലെ ദുന്യാവ് കൊടുക്കാൻ പാടില്ല. ഒരു കവിത ഉണ്ട്, നുറക്കിയോ ദുന്യാന ബിതംസീഖി ദീനിനാ വലാ ദീനുനാ യബ്ഖാ വലാ മാ നുറക്കി. ചില ആളുകള് ദീനും കണ്ട് പറിച്ചിട്ട് ദുന്യാവിന്റെ ഓട്ടം അടക്കുകയാണ്. അങ്ങനത്തെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ തന്നെ അല്പം അങ്ങനെ ആയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും ഒരാൾ, ഒരു ചെറുപ്പക്കാർ 10-31 വയസ്സായ ഒരു കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് വന്നു, ഉസ്താദ് പാസ്പോർട്ട് കാണാനില്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നത്. അപ്പൊ എനിക്ക് ചികിത്സ അതിന്റെ ആളുമല്ല, അതിന് ഇരിക്കലും ഇല്ല, അതിനൊട്ട് താല്പര്യമില്ല. അപ്പം പോണില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നെ, ഞാൻ വേറെ എവിടേക്കും പോകില്ലൊക്കെ പറഞ്ഞു. ഞാൻ കുറെ ആളുകളൊക്കെ പറഞ്ഞു കൊടുത്ത് എവിടെയും പോകില്ല, നിങ്ങൾ പറഞ്ഞു തന്നെ. അപ്പൊ ഞാൻ അവനോട് പറയുന്ന ഒരു കാര്യം ചെയ്യും, എനിക്ക് എന്ത് സലാത്ത അറിയാന്ന് വെച്ചു. കാരണം എന്തെങ്കിലും സലാത്ത് പറഞ്ഞിടത്ത് അവന് ചൊല്ലാൻ കഴിയില്ലാന്ന് എനിക്കറിയാം. അവൻ അറിയണ ഒരു സലാത്ത് തന്നെ അവനോട് ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിച്ചാൽ എത്ര ദിവസം ചെല്ലണം എന്ന് വെച്ചാൽ, കാരണം പാസ്പോർട്ടാണ് വിഷയം, സലാത്തല്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരാഴ്ച ചെല്ലിക്കോ ചങ്ങായി എന്ന് പറഞ്ഞു. സുബീന്റെ ശേഷം ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ അവനോട്. അവൻ അവനോട് പറഞ്ഞു സുബി കളാൻ പാടില്ല. അതിൽ ഈ 30 വയസ്സായ ചങ്ങായിനോട് ചോദിക്കാണ് സുബി എപ്പോഴാ കളാകുക നോക്കാം നിങ്ങൾ. കാരണം പാസ്പോർട്ടാണ് വിഷയം, സുബി അല്ല. അതാണ് വിഷയം. സുബി കളാകുന്ന സമയമൊക്കെ അവനോട് ഞാൻ പറഞ്ഞ് ഓൻ പോയി. 7 ദിവസം ചെല്ലി, 8-ാം ദിവസം കിട്ടാതായപ്പിന്റെ അടുത്ത് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? നമ്മള് വഴികൾ പറഞ്ഞു തരുന്ന ആളല്ലേ. കിട്ടാതിരുന്ന സലാത്തിന്റെ കൂലിട്ടെന്ന് ഉറപ്പല്ലേ. പിന്നെ കിട്ടിയില്ല. എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് പറഞ്ഞ ആണല്ലോ ഞാൻ, എന്നിട്ടും കിട്ടിയില്ല എന്ന് വെച്ചില്ല. അപ്പൊ ഞാൻ അവനോട് എപ്പോഴാ സുബീസ്കരിച്ച് 5 മണിക്ക്. അത് ശരി, അന്ന് 4:45 ബാങ്ക്. ലൂറ് അസറും മാരിപ്പൊക്കെ അത് ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എങ്ങനെ ലൂറ് അസറും മാരി വേഷം നിസ്കരിക്കാൻ ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. എന്താ ഇപ്പൊ അവനൊക്കെ കാട്ടുക? അപ്പൊ ഞാൻ അവനോട് പറയണം പാസ്പോർട്ട് കിട്ടണമെങ്കിൽ ഒക്കെ അതിനാണ് കവി പറഞ്ഞത്, നുറക്കിയോ ദുന്യാന ബിതംസീഖി ദീനിനാ വലാ ദീനുനാ യബ്ഖാ വലാ മാ നുറക്കി. കുറെ ആളുകൾ ദുആക്ക് ഉത്തരം കിട്ടാത്ത എന്താ അറിയോ? ഓല കൽബ് നിറയെ ദുന്യാവായി എന്നുള്ളതാണ്. ദുന്യാവ് ഉണ്ടായിക്കോട്ടെ, ഹലാലായ ദുന്യാവ്. സുലൈമാൻ നബി വലിയ മലയാളിയല്ലേ? നബിയാണ്, വലിയ മലയാളിയാണ്. സുലൈമാൻ നബിനെ കവച്ചു വെക്കണ മുതൽ ആരെടുത്താണുള്ളത്? അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ ഈ സാധനം കൽബ് കയറിയിട്ട് ദീൻ അങ്ങോട്ട് ചെറുതാക്കിയാൽ വിഷയങ്ങളൊക്കെ ഗൗരവമാണ്. ബല്ലാമന് ബാവുറാവ് വലിയ മൂല്യരായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. 12,000 മഷിക്കുപ്പി മൂപ്പര് ദർസ് നടത്തുന്ന സ്ഥലത്തുണ്ടായിരുന്നു. 12,000 മഷിക്കുപ്പി. ഒരു മഷിക്കുപ്പിയിൽ 2 മുത്താലിമ്യങ്ങളാണെങ്കിൽ 24 മുത്താലിമ്യങ്ങൾക്ക് ഒരേ സമയത്ത് ദർസ് നടത്തിയ ആളാണ്. കുട്ടികൾ സംശയം ചോദിച്ചാൽ മേൽക്ക് നോക്കിയിട്ടാ മറുപടി അറിയാം, കിതാബ് നോക്കിയിട്ടല്ല, അർഷ് നോക്കിയിട്ടാ മറുപടി അറിയാം. എന്താ ആകെ പറ്റിയത്? ദുനിയാവിന്റെ ആളായി മാറി. ഞാൻ ഏതെങ്കിലും ആലിമ്യങ്ങളെ മനസ്സിൽ വെച്ച് പറയില്ല കേട്ടോ. വല്ലാഹി ഞാൻ വല്ലാഹി ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ടെന്ന് വെച്ചിട്ട് എനിക്കിന്ന് നിലവിലുള്ള ഏതെങ്കിലും സുന്നത്തമയത്തിന്റെ ഉലമ അങ്ങനെയൊന്നുള്ള അഭിപ്രായമില്ല. ഞാൻ ആലിമ്യങ്ങളെ കുറിച്ചല്ല പറയണത്, ഞാൻ എന്നെ പോലത്തെ ചോട്ട ആളുകളെ കുറിച്ചാണ് പറയണത്. അത് വന്നാ ഒക്കെ കഴിഞ്ഞു. അതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ഇനി മൂല്യന്മാരെല്ലാം ആർക്കാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഒന്നും ആഖിറ രണ്ടും ആവരുത്. ആഖിറ എപ്പോഴും ഒന്നാവണം, ദുനിയാവ് രണ്ടും, എന്നാ രക്ഷപ്പെടും. അതാണ് ഖുർആൻ മൊത്തം കണ്ട് വായിക്കുമ്പോൾ ലാസ്റ്റ് മനസ്സിലാക്കുന്ന ഒരു സംഗതി. ദുനിയാവ് എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആഖിറ അതിന്റെ താഴെ ആവരുത്. ആഖിറ താഴെ എന്ന് പറയും, ഉസ്താദേ എനിക്കൊന്നും താല്പര്യമില്ല, ഈ പെണ്ണുങ്ങളെ കൊടുത്തിട്ട് പാട്ട് പഠിപ്പിക്കലും ഡാൻസ് കളിക്കലും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ മക്കള് 2 കൂടി അവിടെ പറഞ്ഞപ്പോ ഞാൻ ഇരുന്നോടുത്താണ്. അതാണ് ദുനിയാവ് ഒന്നും ആഖിറ രണ്ടും ആവാന്നുള്ളതിന്റെ. ഞാൻ വേറെ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മൾ ആരെങ്കിലും ഈമ ഉള്ളവര് നമ്മളെ പൊരയില് പച്ച ഹറാമ് ഇപ്പൊ സ്കൂളിൽ സൂമ്പ നടത്തുകയാണ്. ആർക്കതിന് പരാതിയുള്ളത്? ആർക്കും പരാതിയില്ല. നടത്തോട്ട് കാണും പെണ്ണും കൂടി കലർന്നിട്ട് ബനിയനും പാൻറ്റും ഞാൻ ഇതിന്റെ വേറെ കുറച്ച് കഴിഞ്ഞാൽ മാറും.
ഇപ്പൊ പനിയുണ്ട്, കുറച്ചൊക്കെ മാറും, വസ്ത്രങ്ങൾ മാറി മാറി വരും. ആണും പെണ്ണും കൂടിയിരുന്നിട്ട് കുലുങ്ങല്ലേ, ലഹരിനെ രക്ഷപ്പെടുത്താനാണെന്ന് പറഞ്ഞു. ലഹരി ബാധിച്ച ആളുകളുടെ സ്വഭാവമാണ് ഈ കാട്ടുന്നത്. ഇനി ഇതുകൊണ്ട് ഇപ്പൊ ലഹരിയായിട്ട് നന്നായിട്ട് ഉഷാറായിട്ട് ആടുന്നല്ലാതെ വേറെ എന്താ ഇത് തമ്മിൽ ബന്ധം വേണ്ടേ? ലഹരിന്ന് രാസലഹരിയിൽ നിന്ന് മുക്തരാക്കാൻ ഡാൻസോ നിശിതമായി വിമർശിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ, അതിൽ ഓരോ ആളുകൾക്കും ഒഴിവാണെങ്കിൽ ഒഴിവാന്നുള്ള ഓപ്ഷൻ കൊടുക്കണം, അടിച്ചേൽപ്പിക്കരുത്. കാരണം എല്ലാ മതവും ഇത് അംഗീകരിക്കുന്നതല്ല. സ്കൂളിലൊരു കാര്യം നടപ്പിലാക്കുമ്പോ അവിടെ വന്ന് പഠിക്കുന്നതിൽ 90% മതവിശ്വാസികളാണ്. അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിന് ഭൂഷണമല്ല. അത് മാത്രമേ പറയാനുള്ളൂ. അല്ല നമ്മളെ ഏതെങ്കിലും നിയമങ്ങളെ തട്ടിക്കയറുകയോ അവിടെ തീവ്രത കാണിക്കുകയല്ല. ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ ഒരു മുഷാവറുണ്ട്. രക്ഷിതാക്കളോട്, അധ്യാപകരോട്, വിദ്യാർത്ഥികളോട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നടപ്പിലാക്കാം. ഏതോ നാട്ടിൽ നിന്നുള്ള നമ്മുടെ നാടിനോട് ചേരാത്ത സംസ്കാരങ്ങൾ സ്കൂൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് ലഹരി മുക്താക്കാനാണെന്ന് പറയാം. അതൊന്നും ജനാധിപത്യ രാഷ്ട്രത്തിൽ യോജിച്ചതല്ല എന്ന് മാത്രമേ നമ്മുടെ ഭാഗത്ത് നിന്ന് ആരും പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് പറയാനുള്ളൂ. ഏതായാലും സമൂഹം നശിക്കുന്ന എല്ലാ ദുരവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. ശ്വാസത്തിലെ രോഗികളുണ്ട്, അള്ളാഹു എന്നെ ശിഫയാക്കണേ അള്ളാഹ്. തൊണ്ടയിൽ ശ്വാസനാളത്തിൽ ഒരു ചെറിയ തടസ്സം കൊണ്ട് നമ്മളെ മാമട്ടിയൊക്കെ ചെറിയ പ്രയാസത്തിലാണ്. അള്ളാഹുവെ ഒന്നുമില്ലാതെ മല പോലെ വന്നതിന് മഞ്ഞ് പോലെ ആക്കി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ പ്രയാസമുള്ള ഒന്നും ആ വിഷയത്തിൽ കേൾപ്പിക്കല്ലേ അള്ളാഹ്. ഞങ്ങളെ എല്ലാവിധ ബ്ലോക്ക്, അറ്റാക്ക്, ക്യാൻസർ, അതുപോലെ കിഡ്നി വീക്ക് എല്ലാത്തിലും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. അള്ളാഹുവെ ഉത്തരവാദിത്തമില്ലാത്ത ജീവിതത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. അള്ളാഹുവെ മരിക്കുമ്പോൾ പൂർണ്ണമായി നീ തൃപ്തിപ്പെട്ടവനായി സ്വർഗം കണ്ട് സന്തോഷിച്ച് കലിമ ആരുടെയും സഹായമില്ലാതെ ഉറക്കെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി ചൊല്ലി നല്ല സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണേ അള്ളാഹ്. അത് ഞങ്ങൾ ഉദ്ദേശിച്ച മനസ്സിലുള്ള സ്ഥലങ്ങളാക്കി തരണേ അള്ളാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അള്ളാഹ്. ആഹ്റജമാനിലെ ആളുകളാണ് ഞങ്ങൾ, വീഴ്ചകളുടെ കൂമ്പാരങ്ങളിലാണ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ചെയ്യാത്ത അസനാത്താക്കി തബ്ദീലാക്കണേ അള്ളാഹ്. നാഫിയ ഇൽമ നൽകണേ അള്ളാഹ്. കച്ചവടത്തില്, തൊഴിലില്, അധ്വാനത്തില്, പ്രവാസ ലോകത്ത്, സ്ഥാപനങ്ങളില് ഒക്കെയുള്ള ആളുകൾ സാസിലുണ്ട്. എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അള്ളാഹ്. ഹലാലായ മാല് ഞങ്ങൾക്കൊക്കെ നൽകണേ അള്ളാഹ്. ഹലാലായ മാല് നൽകണേ അള്ളാഹ്. ഹറാമായ മാലിൽ നിന്ന് കാക്കണേ അള്ളാഹ്. കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ലേ അള്ളാഹ്. കടലും കരയും ഞങ്ങൾക്ക് തുറന്നു തരണേ അള്ളാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഞങ്ങളിൽ നിന്ന് മരിച്ച 6 അടിയിൽ കഴിയുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ വിനാത്ത് പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സല്ലമ അലാ ഖൈറിൽ ഖൈസൈന മുഹമ്മദി വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.